നെക്സ്റ്റ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UAE-യിൽ പുതുവർഷത്തിൽ എണ്ണവില വർദ്ധിക്കും. വില വർധന 6.1 മുതൽ 7.1% വരെ വർദ്ധിക്കും. തീരുമാനം ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്ന സാഹചര്യത്തിലെന്ന് അധികൃതർ. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നിയമത്തിൽ ഭേദഗതി വരുത്തി. ലൈസൻസ് കാലാവധിയും ഹെവി ലൈസൻസ് പരിധിയും മാറും. ഈ വർഷം വാഹനാപകട മരണങ്ങൾ കുറഞ്ഞെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഗൾഫ് നഗരങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ്. ദുബൈയിലും അബുദാബിയിലും ദൂരക്കാഴ്ച കുറഞ്ഞു. പലയിടത്തും വാഹനാപകടങ്ങൾ. യാത്രക്കാരെ വലച്ച് വിമാനങ്ങൾ റദ്ദാക്കുന്നു. സൗദിയിലെ കോളേജ് അധ്യാപകരിൽ 1/3 വിദേശികൾ. സ്വദേശിവൽക്കരണം നടക്കുമ്പോഴും സ്വദേശികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളിലും വിദേശി അധ്യാപകരുടെ അനുപാതം കൂടുതലെന്നും റിപ്പോർട്ട്. പുതുവർഷത്തിൽ പെട്രോൾ ഡീസൽ വില 6.1 മുതൽ 7.1% വരെ വർദ്ധിക്കും. ആഗോള വിപണിയിൽ എണ്ണവില ഉയർന്ന സാഹചര്യത്തിലാണ് UAE-യിലും വർധന ഏർപ്പെടുത്തുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഡിസംബർ മാസം ലിറ്ററിന് 1.80 ദിർഹമായിരുന്ന സൂപ്പർ 98 പെട്രോളിന് ജനുവരി 1 മുതൽ 1.9 ദിർഹം നൽകേണ്ടി വരും. ഊർജ്ജ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. 6.1% വർധന. സ്പെഷ്യൽ 95 പെട്രോൾ വില 1.69 നിന്ന് 6.5% വർദ്ധിച്ച് 1.8 ദിർഹമാവും. E+ പെട്രോളിന് 1.73 ദിർഹമായിരിക്കും വില. 1.62 നിന്നാണ് പെട്രോൾ വില വർദ്ധിച്ചത്. ഡീസൽ വില ലിറ്ററിന് 1 ദിർഹം 94 ഫിൽസായി ഉയരും. 1 ദിർഹം 81 ഫിൽസായിരുന്നു ഡിസംബറിൽ ഡീസൽ വില. നവംബർ മാസത്തെ അപേക്ഷിച്ച് ഡിസംബറിൽ വില കുറയുകയാണ് ചെയ്തിരുന്നത്. സൂപ്പർ 98 പെട്രോളിന് 5.3%, സ്പെഷ്യൽ 95 പെട്രോളിന് 5.6%, E+ പെട്രോളിന് 5.8%, ഡീസലിന് 5.2% വില കുറയുകയായിരുന്നു ഡിസംബറിൽ. ഉൽപാദനം കുറച്ച് വിപണിയിൽ എണ്ണവില ഉയർത്താൻ UAE ഉൾപ്പെടെ ഒപെക് രാജ്യങ്ങൾ കൈക്കൊണ്ട തീരുമാനം ചെറിയ തോതിലെങ്കിലും ഗുണം ചെയ്യുന്നുണ്ട്. പുതുവർഷത്തിൽ നിരക്ക് കുറെ കൂടി ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഒപെക് നേതൃത്വം. മീഡിയ 1 ദുബൈ. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നിയമത്തിൽ ഭേദഗതി വരുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം. ലൈസൻസ് കാലാവധിയിലും ഹെവി ലൈസൻസ് പരിധിയിലും മാറ്റമുണ്ടാകും. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഖാലിദ് അൽ ജറാഹ് അസ്സബാഹാണ് ഗതാഗത നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. പുതിയ നിയമപ്രകാരം സ്വദേശികളുടെയും GCC പൗരന്മാരുടെയും ലൈസൻസ് കാലാവധി 15 വർഷവും വിദേശികളുടേത് താമസാനുമതിക്ക് അനുസരിച്ചുമായിരിക്കും. ലൈറ്റ് ലൈസൻസ് ഉള്ളവർക്ക് 7 സീറ്റർ വാഹനങ്ങൾ ഓടിക്കാൻ അനുമതിയുണ്ടാകില്ല. സാധാരണ ലൈസൻസ് ഉപയോഗിച്ച് 2 ടണ്ണിൽ കൂടുതൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ ഓടിക്കുന്നതും നിയമലംഘനമാകും. ടാക്സികളെയും ഈ വിഭാഗത്തിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത്. ഹെവി ഡ്യൂട്ടി ലൈസൻസ് 2 വിഭാഗങ്ങളിലാണ് ഉണ്ടാവുക. 25 യാത്രക്കാരിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന യാത്രാവാഹനങ്ങളും 8 ടണ്ണിൽ കൂടുതൽ ഭാരം വഹിക്കാൻ കഴിയുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങളും ട്രെയിലർ ട്രക്കുകളും കാറ്റഗറി 1-ൽ ഉൾപ്പെടും. കാറ്റഗറി 2-ൽ 7 മുതൽ 25 വരെ യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന യാത്രാവാഹനങ്ങളും 2 മുതൽ 8 വരെ ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന ഗുഡ്സ് കാരിയർ വാഹനങ്ങളുമാണ് ഉൾക്കൊള്ളുന്നത്. ഈ 2 വിഭാഗങ്ങളിലും സ്വദേശികൾക്കും GCC പൗരന്മാർക്കും 10 വർഷമാണ് ലൈസൻസ് കാലാവധി. മറ്റു രാജ്യക്കാർക്ക് ഇഖാമയുടെ കാലാവധിക്കനുസരിച്ചായിരിക്കും ലൈസൻസ് അനുവദിക്കുക. ഇരുചക്രവാഹനങ്ങളോ മുച്ചക്രവാഹനങ്ങളോ ഓടിക്കണമെങ്കിൽ വെവ്വേറെ ലൈസൻസ് സമ്പാദിക്കണം. 3 വീലർ ലൈസൻസ് ഉള്ളവരെ ഇരുചക്രവാഹനം ഓടിക്കാൻ അനുവദിക്കില്ല. മീഡിയ 1 കുവൈത്ത്. കുവൈത്തിൽ ഈ വർഷം വാഹനാപകട മരണങ്ങളിൽ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കനുസരിച്ച് 12 മാസങ്ങൾക്കിടെ 409 പേരാണ് റോഡപകടങ്ങളിൽ മരിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും കുറഞ്ഞ നിരക്കാണിതെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപകട മരണനിരക്കിൽ 8% കുറവാണ് രേഖപ്പെടുത്തിയത്. 2016 ജനുവരി മുതൽ ഡിസംബർ അവസാനം വരെ 429 ജീവനുകളാണ് റോഡിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ 5 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഈ വർഷം ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടായത് നവംബർ മാസത്തിലാണ്. റെഡ് സിഗ്നൽ മറികടക്കുന്നതിനിടെ ഉണ്ടായ അപകടങ്ങളാണ് ഇവയിൽ ഏറെയും. വാഹനാപകടങ്ങളിൽ മരിച്ചവരിലധികവും 21-നും 30-നും മധ്യേ പ്രായമുള്ളവരാണ്. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, അമിത വേഗത തുടങ്ങിയ നിയമലംഘനങ്ങളാണ് ഈ കാലയളവിൽ കൂടുതൽ രേഖപ്പെടുത്തപ്പെട്ടത്. ജനുവരി മുതൽ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ കടുപ്പിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുടെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരുടെയും ലൈസൻസ് മരവിപ്പിക്കുകയും വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും. ശിക്ഷ കടുപ്പിക്കുന്നതിലൂടെ ഗതാഗത നിയമലംഘനങ്ങളും വാഹനാപകടങ്ങളും കുറയ്ക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. 650 വിദേശികളെ 2016 ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചതിന്റെ പേരിൽ നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവരക്കണക്കിൽ പറയുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി.
കഴിഞ്ഞ 11 മാസങ്ങൾക്കിടയിൽ ദുബൈയിലുണ്ടായ 174 വാഹനാപകട മരണങ്ങളിൽ 7 എണ്ണം കുഞ്ഞുങ്ങൾ. 105 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഇതിൽ 72 ആൺകുട്ടികളും 40 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. 20 പേർ 8 വയസ്സിന് താഴെയുള്ളവരാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപകട മരണനിരക്കിൽ 8% കുറവാണ് രേഖപ്പെടുത്തിയത്. 2016 ജനുവരി മുതൽ ഡിസംബർ അവസാനം വരെ 429 ജീവനുകളാണ് റോഡിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ 5 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഈ വർഷം ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് നവംബർ മാസത്തിലാണ്. റെഡ് സിഗ്നൽ മറികടക്കുന്നതിനിടെ ഉണ്ടായ അപകടങ്ങളാണ് ഇവയിൽ ഏറെയും. വാഹനാപകടങ്ങളിൽ മരിച്ചവരിലധികവും 21-നും 30-നും മധ്യേ പ്രായമുള്ളവരാണ്. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, അമിത വേഗത തുടങ്ങിയ നിയമലംഘനങ്ങളാണ് ഈ കാലയളവിൽ കൂടുതൽ രേഖപ്പെടുത്തപ്പെട്ടത്. ജനുവരി മുതൽ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ കടുപ്പിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുടെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരുടെയും ലൈസൻസ് മരവിപ്പിക്കുകയും വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും. ശിക്ഷ കടുപ്പിക്കുന്നതിലൂടെ ഗതാഗത നിയമലംഘനങ്ങളും വാഹനാപകടങ്ങളും കുറയ്ക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. 650 വിദേശികളെ 2016 ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചതിന്റെ പേരിൽ നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവരക്കണക്കിൽ പറയുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നിയമം വരുന്നു. കരട് ബില്ല് തയ്യാറാക്കാൻ ഉടൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ജമാൽ അൽ ഹർബി പറഞ്ഞു. ഡോക്ടർമാർക്കെതിരെ കയ്യേറ്റവും അസഭ്യവർഷവും നടക്കുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. 3 മാസത്തിനകം നിയമം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി കുവൈറ്റ് മെഡിക്കൽ അസോസിയേഷനിൽ നിന്ന് നിർദ്ദേശം ക്ഷണിച്ചു. കഴിഞ്ഞ ദിവസം അമീരി ആശുപത്രിയിൽ ഡോക്ടർമാർക്കെതിരെ കയ്യേറ്റം നടന്നതിൽ അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. സൗദിയിലെ വിവിധ കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ 3-1 വിദേശികളെന്ന് റിപ്പോർട്ട്. സ്വദേശിവൽക്കരണം ശക്തമായി നടപ്പാക്കുമ്പോഴും കോളേജുകളിൽ സ്വദേശി അധ്യാപകരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടായിട്ടില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. സൗദിയിലെ വിവിധ കോളേജുകളിലുള്ള മൊത്തം 52,617 പ്രൊഫസർമാരിൽ 15,977 പേർ വിദേശികളാണ്. അധ്യാപകരിൽ 4,555 പേർ വനിതകളാണ്. രാജ്യത്തെ പ്രമുഖ സർവകലാശാലയായ കിങ് അബ്ദുൽ അസീസ് സർവകലാശാല, കിങ് സൗദ്, ഇമാം മുഹമ്മദ് ബിൻ സൗദ്, ഉമ്മുൽ ഖുറ എന്നിവിടങ്ങളിലെല്ലാം വിദേശി അധ്യാപക അനുപാതം കൂടുതലാണെന്നാണ് കണ്ടെത്തൽ. വിദഗ്ധരായ സ്വദേശി അധ്യാപകരുടെ അഭാവമാണ് വിദേശികളുടെ സാന്നിധ്യം വൻതോതിൽ തുടരുന്നതിന് കാരണമായി പറയുന്നത്. ഈ രംഗത്ത് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയം റിപ്പോർട്ട് തയ്യാറാക്കിയത്. സ്വദേശി വിദേശി അനുപാതത്തിലുള്ള വ്യത്യാസം വൻതോതിൽ നിലനിൽക്കുന്നത് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. യോഗ്യതയുള്ള അധ്യാപകരെ കണ്ടെത്തി നിയമനം നടത്തി ഇതിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിന് പുതിയ വെളിപ്പെടുത്തൽ ആക്കം കൂട്ടും. സ്വദേശിവൽക്കരണ നടപടികൾ ശക്തമാക്കിയാൽ വിവിധ സർവകലാശാലകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ നിരവധി അധ്യാപകരുടെ ജോലിക്ക് അത് ഭീഷണിയാകും. ഈ അധ്യയന വർഷം വിവിധ സർവകലാശാലകളിലായി 2 ലക്ഷത്തിൽ പരം കുട്ടികളാണ് പ്രവേശനം നേടിയത്. മീഡിയ 1, ദമാം. ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിൽ ഷമാൽ റുവൈസ് ഭാഗങ്ങളിലുള്ള പ്രവാസികൾക്കായുള്ള കോൺസുലർ സർവീസ് ഈ മാസം 30-ന് വെള്ളിയാഴ്ച നടക്കും. ഷമാൽ സ്പോർട്സ് ക്ലബ്ബിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് കോൺസുലർ സേവനങ്ങൾ ലഭ്യമാകുക. പാസ്പോർട്ട് സംബന്ധമായ കാര്യങ്ങൾക്ക് പുറമെ അറ്റസ്റ്റേഷൻ, പവർ ഓഫ് അറ്റോർണി തുടങ്ങിയ സേവനങ്ങൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 55341609 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഗൾഫ് നഗരങ്ങൾ കനത്ത മൂടൽമഞ്ഞിന്റെ പിടിയിൽ. ദുബൈയിലും അബുദാബിയിലും ദൂരക്കാഴ്ച തീരെ ഇല്ലാതാക്കുന്ന വിധം ശക്തമായ മഞ്ഞാണ് അനുഭവപ്പെടുന്നത്. പലയിടത്തും ഇത് വലിയ വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഗൾഫിലെ മരുഭൂമിയിലും ഇത് കോടമഞ്ഞിറങ്ങുന്ന കാലമാണ്. രാത്രി മുതൽ വെയിൽ ശക്തമാകും വരെ കനത്ത മൂടൽമഞ്ഞാണ് പലയിടത്തും അനുഭവപ്പെടുന്നത്. ദുബൈ അബുദാബി അതിർത്തി പ്രദേശത്തെ കാഴ്ചകളാണിത്. 1 മണിക്ക് ശേഷമാണ് മഞ്ഞ് ഇത്രയും നല്ല ഇതായിട്ട്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴൊക്കെ ഭയങ്കര മഞ്ഞായിട്ട് ശരിക്കും റോഡിനെ കാണുന്നുണ്ടായിരുന്നില്ല. ഒരു വണ്ടി ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വന്നു. ആ സെയിം എൻ്റെ സൈഡിൽ തന്നെ വേറെ വണ്ടി റോങ് കയറിയിട്ടൊക്കെ വരെയുണ്ട്. തൊട്ടടുത്ത് നിന്നാണ് കാണണമൊക്കെ. ഭയങ്കര ഇതുണ്ട്. തണുപ്പ് കുറവുണ്ട്, പക്ഷെ മഞ്ഞ് ഒന്നും കാണുന്നില്ല. തൊട്ടുമുന്നിൽ എന്താണെന്ന് കാണാനാകാത്ത വിധം വാഹനം ഓടിക്കേണ്ടി വരുന്നു ഇക്കാലത്ത്. ഈ റിസ്ക്കാണ് ഭയങ്കര. ഈ മഞ്ഞിന് വണ്ടി ഓടിക്കാൻ വേണ്ടി ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എത്തുന്നത് നമുക്ക് 1.5-2 മണിക്കൂർ വേണ്ടി എത്തുന്നുണ്ട്. ഇത് ഒരു 4 മാസം വരെ ഉണ്ടാവും. മഞ്ഞു സമയത്ത് വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിക്കുന്നു. മഞ്ഞുകാലം UAEയിൽ അപകടങ്ങളുടേതു കൂടിയാണ്. അടുത്ത ദിവസങ്ങളിൽ മഞ്ഞ് കൂടുതൽ ശക്തമാവുമെന്നാണ് മുന്നറിയിപ്പ്. ക്യാമറ പേഴ്സൺ ബിനോയ് കട്ടാരക്കരയ്ക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പറക്കേണ്ട IX 412 നമ്പർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുന്നു. ബുധനാഴ്ച പുലർച്ചെ 3:15 പറക്കേണ്ട വിമാനമായിരുന്നു ഇത്.
വ്യാഴാഴ്ച പുലർച്ചെ 3:30 മാത്രമേ വിമാനം പുറപ്പെടൂ എന്നാണ് അധികൃതർ യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. വിമാനം വൈകിയത് 100 കണക്കിന് യാത്രക്കാരെ വലച്ചു. മണിക്കൂറുകൾ പിന്നിട്ടാണ് യാത്രക്കാർക്ക് താമസ സൗകര്യവും ഭക്ഷണവും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഉറപ്പുവരുത്തിയത്. അതുതന്നെ യാത്രക്കാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് ലഭ്യമാക്കിയത്. സന്ദർശക വിസയിലെത്തിയവർ ഇപ്പോഴും വിമാനത്താവളങ്ങളിൽ തന്നെ തങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MCA നാസർ ചേരുന്നു. നാസർ, എപ്പോഴത്തേക്ക് വിമാനം പുറപ്പെടുമെന്നാണ് അറിയുന്നത്? മൂടൽമഞ്ഞ് കുറയാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? അടുത്ത 2-3 ദിവസങ്ങൾ കൂടി മൂടൽമഞ്ഞ് വലിയ കനത്ത തോതിൽ തന്നെ തുടരും എന്ന ഒരു റിപ്പോർട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതോടൊപ്പം തന്നെ വാഹനം ഓടിക്കുന്നവരോട് പരമാവധി ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ആവർത്തിച്ച് തന്നെ വിവിധ പോലീസ് ഗതാഗത വകുപ്പ് അധികൃതർ നൽകിയിട്ടുണ്ട്. കാരണം അപകട സാധ്യത വലിയ തോതിൽ തന്നെ ഉയരാൻ ഇടയുള്ളത് കൊണ്ട് പരമാവധി ജാഗ്രത പുലർത്താനും പുലർക്കാലങ്ങളിലുള്ള യാത്ര പറ്റുമെങ്കിൽ മാറ്റിവെക്കണം എന്ന് പോലും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ വിമാനങ്ങളുടെ താളം തെറ്റുന്നത് വലിയ തോതിൽ തന്നെ തുടർന്നിരിക്കുകയാണ്. കേരളത്തിലേക്കുള്ള 3 വിമാന സർവീസുകളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൽ ജെറ്റ് എയർവേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വിമാന സർവീസ് തന്നെ നിർത്തിവെക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ നാം റിപ്പോർട്ട് ചെയ്തതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെ വെളുപ്പിന് 3:30 മണിക്ക് പുറപ്പെടുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ വീണ്ടും കനത്ത മൂടൽമഞ്ഞ് വരികയാണെങ്കിൽ 24 മണിക്കൂർ മാത്രമല്ല അതിൽ കൂടുതൽ തന്നെ യാത്രക്കാർ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കുറെ പേർക്ക് ഹോട്ടലിൽ താമസ സൗകര്യം നൽകിയിട്ടുണ്ട്. അതേസമയം സന്ദർശക വിസയിൽ വന്നവർ ഇപ്പോഴും വിമാനത്താവളത്തിൽ തന്നെ തങ്ങുകയാണ്. വെളുപ്പിന് 3:30 മണിക്ക് വിമാനം പുറപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ യാത്രക്കാർ ഇപ്പോൾ കഴിച്ചുകൂട്ടുന്നത്. ദുബൈയിലും അബുദാബിയിലും ദൂരക്കാഴ്ച തീരെ ഇല്ലാതാക്കുന്ന വിധം ശക്തമായ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നു. പലയിടങ്ങളിലും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഷാർജ വിമാനത്താവളത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് അനിശ്ചിതമായി വൈകുകയുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു MC നാസർ ദുബൈയിൽ നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്. കുട്ടികളുടെ 3 വ്യത്യസ്ത നാടകങ്ങൾ അരങ്ങിലെത്തിച്ച് തട്ടകം റിയാദ് 3ാം വാർഷികം ആഘോഷിച്ചു. കളിക്കൂട്ടം നാടക പഠന കളരിയിലെ 85ഓളം കുട്ടികളാണ് 3 കലാരൂപങ്ങളും വേദിയിൽ അവതരിപ്പിച്ചത്. റിയാദിലെ നാടക ആസ്വാദകർക്ക് മികച്ച അനുഭവമാണ് നാടകങ്ങൾ സമ്മാനിച്ചത്. പ്രമുഖ നാടക പ്രവർത്തകൻ മനോജ് നാരായണന്റെ നേതൃത്വത്തിൽ 1 മാസത്തോളം നീണ്ട കളിക്കൂട്ടം പഠനകളരിക്ക് ശേഷമാണ് നാടകങ്ങൾ അരങ്ങിലെത്തിയത്. 3 നാടകങ്ങളുടെയും ആശയാവിഷ്കാരം നിർവഹിച്ചതും മനോജ് നാരായണനാണ്. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം വിളിച്ചോതി ഒരു മുത്തശ്ശി കഥ പോലെ മനോഹരമായിരുന്നു പ്രകൃതി മനോഹരി എന്ന നാടകം. മാതാപിതാക്കളും വിദ്യാലയങ്ങളും ഏർപ്പെടുന്ന അമിത നിയന്ത്രണങ്ങളാൽ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യം എന്ന വിഷയമാണ് കുട എന്ന നാടകം കൈകാര്യം ചെയ്തത്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന നാടകം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ നേർക്കാഴ്ച കുട്ടികൾക്ക് സമ്മാനിക്കുന്നതായിരുന്നു. ഈ സമരം പാവങ്ങളുടേതാണ്. കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒന്നുമില്ലാത്ത പാവങ്ങളുടേത്. വാർഷികാഘോഷ പരിപാടികൾ തട്ടകം പ്രസിഡന്റ് പ്രമോദ് കോഴിക്കോടിന്റെ അധ്യക്ഷതയിൽ സബീന എം സാലി ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന്റെ നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രത്യേക പരിപാടിയും അരങ്ങേറി. മീഡിയ 1 റിയാദ്. ഖത്തറിലെ നാടകപ്രേമികളുടെ പ്രശംസ പിടിച്ചുപറ്റിയ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകം 3ാമതും അരങ്ങിലെത്തുന്നു. ദോഹയിലെ മനായി മലയാളി സമാജം 21ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 30 വെള്ളിയാഴ്ച വൈകിട്ട് ICC അശോക ഹാളിലാണ് നാടകം അരങ്ങേറുക. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയെ ആസ്പദമാക്കി ഗണേഷ് ബാബു മയിൽ സംവിധാനം ചെയ്ത നാടകത്തിൽ 20ഓളം ബഷീർ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തും. അഭിനയ സംസ്കൃതിയുടെ ബാനറിൽ ഒരുക്കിയ നാടകം ഇതിനു മുമ്പ് 2 തവണ ദോഹയിലെ ആസ്വാദകർക്ക് മുമ്പാകെ അവതരിപ്പിച്ചിരുന്നു. ദമാമിന്റെ പ്രവാസി മലയാളി കൂട്ടായ്മയായ ഈസ്റ്റേൺ മലയാളി ഫ്രണ്ട്സ് ഫുട്ബോൾ ക്ലബ്ബ് പുതിയ സീസണിലേക്കുള്ള ടീമിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധി മുജീബ് കളത്തിൽ, നിസാർ എന്നിവർ ടീം ക്യാപ്റ്റൻ ഷാഫി കൊടുവള്ളിക്ക് ജേഴ്സി നൽകി പ്രകാശനം ചെയ്തു. വെള്ളിയാഴ്ച നടക്കുന്ന നോബൽ ഇറാം കപ്പ് മത്സരത്തിൽ യങ്സ്റ്റാർ ടൊയോട്ടയുമായി EMF ക്ലബ്ബ് മാറ്റുരയ്ക്കും. ക്ലബിന്റെ വാർഷിക പരിപാടികളുടെ ഭാഗമായി 7s ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. മെഹ്റൂഫ് മഞ്ചേരി, നൌഫൽ പാരി, സജാദ് പാറക്കൽ, നവാസ് ചെറി, ഫാസിൽ തുടങ്ങിയവർ സംസാരിച്ചു. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം നടത്തിവരുന്ന പത്രപ്രവർത്തന പരിശീലന പരിപാടിയുടെ ഭാഗമായി മാധ്യമധർമ്മം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് നാസർ കാരന്തൂർ
ഉദ്ഘാടനം ചെയ്തു. ഷക്കീബ് കൊളക്കാടൻ മോഡറേറ്ററായിരുന്നു. ടി കെ സുധീർ, നൌഫിന സാബു, സലീം പള്ളിയിൽ എന്നിവർ വിഷയം അവതരിപ്പിച്ചു. സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളും പുഴുക്കുത്തും മാധ്യമരംഗത്തും പ്രകടമാണെന്ന ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഷഫീഖ് കിനാലൂർ, നൌഫൽ പാലക്കാട്, ഷിബു ഉസ്മാൻ, നവാസ് ഖാൻ പത്തനാപുരം, ഷബീന ഷാജി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നാദർഷ സ്വാഗതവും ഫരീദ് ജാസ് നന്ദിയും പറഞ്ഞു. ഒമാനിലെ പ്രമുഖ ആതുരാലയ ശൃംഖലയായ ബദർ അൽ സമ ഗ്രൂപ്പിന് കീഴിലുള്ള ആശുപത്രികൾക്ക് മികവിന്റെ അംഗീകാരം. ആരോഗ്യ പരിപാലന രംഗത്തെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും മികച്ച ആതുര സ്ഥാപനത്തിനും ലോകോത്തര നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കും ആരോഗ്യ മന്ത്രാലയം നൽകി വരാറുള്ള പുരസ്കാരങ്ങളടക്കം 7 അവാർഡുകളാണ് ബദർ അൽ സമ ഗ്രൂപ്പിന് ലഭിച്ചത്. ബദർ അൽ സമ ഗ്രൂപ്പിന് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ PM മുഹമ്മദ് അവാർഡുകൾ ഏറ്റുവാങ്ങി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രൈവറ്റ് ഹെൽത്ത് അഫയേഴ്സ് മേധാവി ഡോക്ടർ മോഹസിൻ അൽ ഖബൂരി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ശാന്തപുരം അൽ ജാമിയ ഇസ്ലാമിയ കോളേജ് UAE പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജനുവരി 6-ന് വെള്ളിയാഴ്ച ദുബായ് ഗൾഫ് മോഡൽ സ്കൂളിൽ നടക്കും. ഓർമ്മക്കൂട് എന്ന തലക്കെട്ടിൽ നടക്കുന്ന സംഗമത്തിൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഒരുക്കുന്നതെന്ന് പ്രസിഡന്റ് സീതി പടിയത്ത്, സംഗമം കൺവീനർ അബുലൈസ്, പ്രോഗ്രാം കൺവീനർ ലബീബ്, അസിസ്റ്റന്റ് കൺവീനർ വാസി എന്നിവർ അറിയിച്ചു. ഡോക്ടർ അബ്ദുസലാം വാണിയമ്പലം, VK അലി, MK മൂസ മൗലവി, മമ്മൂണി മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ജെറ്റ് എയർവേസ് വിമാനം അവസാന നിമിഷം റദ്ദാക്കിയത് നൂറുകണക്കിന് യാത്രക്കാരെ വലച്ചു. മൂടൽമഞ്ഞിനെ തുടർന്നാണ് വിമാനം റദ്ദാക്കിയതെന്ന് കമ്പനി വിശദീകരിക്കുന്നുണ്ടെങ്കിലും അത് ശരിയല്ലെന്നാണ് യാത്രക്കാരുടെ വാദം. ഇന്ന് പുലർച്ചെ 1 മണിക്ക് പുറപ്പെടേണ്ട വിമാനത്തിൽ മുഴുവൻ യാത്രക്കാർക്കും ബോർഡിംഗ് പാസ് നൽകിയിരുന്നു. വിമാനം 2 മണിക്കൂർ കഴിഞ്ഞേ പുറപ്പെടൂ എന്നായിരുന്നു ആദ്യം കമ്പനി പറഞ്ഞത്. എന്നാൽ രാവിലെ 8 മണിയോടെ വിമാനം റദ്ദാക്കിയ വിവരമാണ് യാത്രക്കാരെ അറിയിച്ചത്. ഇതോടെ യാത്രക്കാർ ക്ഷുഭിതരായി. മൂടൽമഞ്ഞിനെ തുടർന്നാണ് വിമാനം റദ്ദാക്കിയതെന്നാണ് കമ്പനി വാദം. എന്നാൽ കമ്പനി പറയുന്നത് ശരിയല്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. കസ്റ്റമർ കെയർ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് തുക മടക്കി വാങ്ങുകയല്ലാതെ തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ മടങ്ങില്ലെന്ന തീരുമാനത്തിലാണ് യാത്രക്കാർ. അതിനിടെ പുലർച്ചെ 1 മണിക്ക് കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനവും മണിക്കൂറുകൾ വൈകി. മൂടൽമഞ്ഞിനെ തുടർന്ന് രാവിലെ വിമാനം പുറപ്പെടുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഡ്യൂട്ടി സമയം തീർന്നതോടെ വിമാന ജീവനക്കാർ പിൻവാങ്ങി. ഒടുവിൽ പുതിയ ഷിഫ്റ്റിൽ ജീവനക്കാരെ നിയോഗിച്ചാണ് വിമാനം പുറപ്പെടാൻ വഴിയൊരുക്കിയത്. മീഡിയ 1 ഷാർജ. ഖത്തറിൽ നടന്നുവരുന്ന ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 3-ാം ദിവസത്തിലേക്ക് കടന്നു. 2ാം ദിനം മത്സരം അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് 7ാം സ്ഥാനത്തും നിലവിലെ ചാമ്പ്യൻ നോർവേയുടെ മാഗ്നസ് കാൾസൺ 8ാം സ്ഥാനത്തുമാണുള്ളത്. ഖത്തർ തലസ്ഥാനമായ ദോഹ ആദ്യമായി ആതിഥ്യമരുളിയ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിനത്തിൽ 9 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ അസർബൈജാന്റെ ഗ്രാൻഡ് മാസ്റ്റർ മമദ്യോറോവ് ഷക്കിയാറാണ് 1ാം സ്ഥാനത്തുള്ളത്. 7.5 പോയിന്റാണ് ഇദ്ദേഹം നേടിയത്. ഉക്രൈനിന്റെ വാസിലി ഇവാൻചുക്ക് 7 പോയിന്റോടെ 2ാം സ്ഥാനത്തുണ്ട്. ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് 6.5 പോയിന്റുമായി 7ാം സ്ഥാനത്താണ്. എന്നാൽ ലോക ചാമ്പ്യൻ നോർവേയുടെ മാഗ്നസ് കാൾസൺ തുടക്കത്തിൽ നല്ല മുന്നേറ്റം കാഴ്ചവെച്ചെങ്കിലും ഇന്നലെ മത്സരം അവസാനിച്ചപ്പോൾ 6.5 പോയിന്റുമായി റാങ്കിംഗ് പട്ടികയിൽ 8ാം സ്ഥാനത്താണുള്ളത്. ഖത്തറിലെ അൽസദ് ഹമദ് ബിൻ അത്തിയ അറീനയിൽ രാത്രിയോടെയാണ് റാങ്കിംഗ് നില പ്രസിദ്ധീകരിച്ചത്. 6 പോയിന്റുമായി ഇന്ത്യയുടെ വിദിത് സന്തോഷ് ഗുജറാത്തി 11ാം സ്ഥാനത്തുണ്ട്. 4 പോയിന്റ് വീതം നേടി മറ്റു ഇന്ത്യൻ താരങ്ങളായ ദബാഷിസ് ദാസ് 63ാം സ്ഥാനത്തും സൂര്യശേഖർ ഗാംഗുലി 69ാം സ്ഥാനത്തും ബി അദിബൻ 73ാം സ്ഥാനത്തും MR ലളിത് ബാബു 81ാം സ്ഥാനത്തും തുടരുകയാണ്. 3 പോയിന്റുമായി നിലോൽപൽ ദാസ് 92ാം സ്ഥാനത്തുമെത്തി. ഈ മാസം 30-നാണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന് കൊടിയിറങ്ങുക. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ക്വാളിറ്റി ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ഖത്തറിലെ 7ാമത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് 2017 ജനുവരി 1 രാവിലെ 11-ന് ഉപഭോക്താക്കൾക്കായി സമർപ്പിക്കുമെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ഒളകര വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അൽഖോറിലെ ക്വാളിറ്റി മാൾ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ P. കുമാരൻ, രാജകുടുംബാംഗങ്ങൾ, ഖത്തറിലെ വ്യവസായ, വാണിജ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. അൽഖോറിലെ ടൂറിസം സാധ്യതകൾ കൂടി മുൻനിർത്തി ആരംഭിക്കുന്ന മാളിൽ വെർച്വൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബൌളിംഗ്, സ്നോ ഹൌസ് തുടങ്ങിയ വിവിധ ഇനം വിനോദ പദ്ധതികളും ഡൈൻ ഔട്ട് കൗണ്ടറുകളും നടപ്പിലാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇടിച്ചവരോട് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം.